അതിരാവിലെ തന്നെ നിരവധി കാക്കകളും അണ്ണാങ്കുഞ്ഞും ചെമ്പോത്തും, അത് വയനാടൻ ഭാഷയാണ്, അതായത് ഉപ്പനും ഉണ്ടല്ലോ, വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചായപ്പിടികയുണ്ട് വയനാട്. അതായത് 60 വർഷമായിട്ട് 35 രൂപ വാടകയ്ക്ക് നബീസാത്തയുടെ ഒരു ചായപ്പിടിക ഇതാണത്. ഈ കാണുന്ന ചായപ്പിടിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ലൊക്കേഷൻ വരുന്ന കൽപ്പറ്റയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറി പാറക്കൽ, അവിടെ നിന്ന് പരിയാരം കനാൽ ജംഗ്ഷൻ. ഇവിടെ വന്ന് ആരോട് ചോദിച്ചാലും, മനുഷ്യരോട് തന്നെ ചോദിക്കണമെന്നില്ല, കാക്കയോടാ പട്ടിയോടാ പൂച്ചയോടാ അണ്ണാനോടാ അല്ലെങ്കിൽ ചെമ്പോത്തിനോടൊക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് നബീസാത്തയുടെ ചായക്കട നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരും. 60 വർഷം ഉണ്ടോ ആണാ? വാപ്പുള്ള ഇപ്പം സമയത്തുള്ളതാണോ ആണോ? അപ്പോൾ ഉമ്മയുടെ വീഡിയോ ആയിരിക്കും മിക്കവാറും ഇന്ന് എൻ്റെ ചാനലിൽ കയറണത്. ആ, ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും എനിക്കൊരു സ്വഭാവമുണ്ട്. അതായത് സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും ഈ സൈക്കിളായിട്ട് ചുറ്റുപാടൊക്കെ ഇങ്ങനെ ഉൾപ്രദേശത്തിനുള്ളിൽ കിടങ്ങുക. അങ്ങനെ പോയതാണ് ഈ റൂട്ട്. അതായത് ചെറിയ റൂട്ടല്ല, ബസ് റൂട്ടാണ്. ആലൂർ ജംഗ്ഷനിലേക്കും അതുകൂടാതെ കമ്പളക്കാട്ടിലേക്ക് പോകുന്ന റൂട്ടാണ്. ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. ഈ ചെറിയ പീടി കണ്ടിട്ട് ഞാൻ നേരെ ഓടിക്കറിയാണ്. അവിടെ ചെന്നപ്പോൾ സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. നവാസ്, അതുകൂടാതെ നാസർ, കബീർ റാവുത്തർ, അവരൊക്കെ ആയിട്ട് നിമിഷം കൊണ്ട് കമ്പനിയായി. അതായത് 3 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ പോലും 3.5 മണിക്കൂർ മേലെ ഞാൻ അവിടെ ചിലവഴിച്ച് അവിടെ ആയിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുത്ത് ഇനി ഇവരെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ആ യാത്രയാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യണത്. അല്ലാതെ വീഡിയോ എടുക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യത്തിലുള്ളതല്ല. പിന്നെ നബീസാത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 60 വർഷമായിട്ട് ഭർത്താവായിട്ട് നടത്തിക്കൊണ്ടൊരു ചായക്കടയാണ്. ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് മരണപ്പെട്ട് ഇപ്പം മോനും മോളും കൂടെ സഹായത്തിനുണ്ട്. ഒരു മോള് പോലീസിലുണ്ട്. 4:30 വന്ന് തുറക്കും. 5:30-6 മണി വരെയും കടയുണ്ട്. എണ്ണക്കടികളായാലും ശരി, പുട്ട്, പിന്നെ പൊറോട്ട, നൂൽപുട്ട്, അപ്പം, അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. അവിടെയുള്ള തോട്ടം തൊഴിലാളികളും അതുകൂടാതെ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ചായ കുടിച്ച് പോകുന്ന ഒരു കൊച്ചു ചായക്കടയാണ്. ഇപ്പോൾ എനിക്കും മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതായത് നബീസാത്ത വളരെ എനർജി ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എപ്പോഴും ഇങ്ങനെ എടാ മോനെ എടാ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ഇരിക്കും. എടാന്ന് വിളിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ നബീസാത്തയുടെ ഏടത്തിയുടെ ഒരു ബിൽഡിങ്ങാണ്. 35 രൂപ ഡെയിലി വാടക. പിന്നെ രാവിലെ മനുഷ്യർക്ക് കൊടുക്കണേക്ക് മുമ്പ് അവിടെ കുറേ ഐറ്റങ്ങളുണ്ട്. കാക്ക, പട്ടി, പൂച്ച, അണ്ണാനൊക്കെ ഉണ്ട്. പക്ഷേ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അവിടെ. അതുകൊണ്ട് അവരൊന്നും അധികം ആൾക്കാർ വന്നില്ല. ആകെ വന്നത് കുറച്ച് കാക്കകളാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഇനിയും ഞാൻ അവിടെ പോകും. അപ്പോൾ അവരെ വീഡിയോയിൽ 10 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് പങ്കുവെക്കും. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യുക. ഇത് പാറക്കൽ ജംഗ്ഷൻ, അതായത് പാറക്കൽ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കടയിലെത്തും. അവിടത്തുള്ള നാട്ടു വിശേഷങ്ങളും നാട്ടു കാഴ്ചകളൊക്കെ കണ്ട് ചായ കുടിച്ച് കുറച്ച് നേരം നബീസാത്തോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചിലവഴിച്ച് പോകാം. പിന്നെ അവിടെ ചായക്ക് ഉപയോഗിക്കുന്ന പാൽ അവിടെ ചുറ്റുപാടുന്ന് കറക്കുന്ന പാലാണ്. അപ്പോൾ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള പാലൊക്കെയാണ്. പിന്നെ മീനായാലും അതൊക്കെ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഐറ്റങ്ങളാണ് വരുന്നത്. ഇതൊക്കെയാണ് യാത്രയിൽ എനിക്ക് തോന്നിയിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വയനാട്ടിലെ ഈ കൊച്ചു കൊച്ചു കാഴ്ചകളുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.